BAR. ബീർ. സോറി. 2 ലാർജ്. 2 ലാർജ് റം. സാർ 2 ലാർജ്. ഒരു സ്മാള്. ഇതൊന്ന് കൊടുത്തിട്ട് വരട്ടെ. സോഡ ഒന്ന് പൊട്ടിക്ക്. ഓ. ഒരു സ്മോൾ അല്ലേ സാർ? 2 ലാർജ്. സോഡ ഒഴിക്കണോ? ബീറിന്റെ കൂടെ ആരെങ്കിലും സോഡ ഒഴിക്കണോ? ബെസ്റ്റ് അല്ലേ? വേറെ തരാം തരാം, ബഹളം വെക്കല്ലേ. ഇവിടെ ഇരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് 2 പേർക്കും ഉള്ളതല്ലേ? എന്താ വേണ്ടേ? ഒരു ലാർജ് വിസ്കി. മതി. വേട്ടെ? വലിയ ഉപകാരം. സാർ ബില്ല്. കാശ് കൊടുത്തിട്ട് പോണം. 245 രൂപ 50 പൈസ. നമുക്ക് ചുറ്റും ഇന്ന് എന്താണ് നടക്കുന്നത്? എങ്ങും വർഗീയ സംഘർഷങ്ങൾ, മതസൗഹാർദ്ദം പാടെ തകർന്നിരിക്കുന്നു. സഹവർത്തിത്വത്തിന്റെ പാതയിലൂടെ നീങ്ങേണ്ട മതങ്ങൾ ഇന്ന് ഏറ്റുമുട്ടലിന്റെ പാതയിലൂടെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രം പുറത്തു നിന്നും അകത്തു നിന്നും ഇത്രയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വർഗീയത മാത്രമല്ല പ്രശ്നം. ഞാൻ അല്പം താമസിച്ചു പോയി. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണി കുറച്ചു കാണരുത്. നമ്മുടെ ഐക്യത്തെ തകർക്കാനും സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്ത് നേടാൻ നമുക്ക് കഴിയൂ. ഇത്രയും പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചു കാലമായി നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താനുള്ളത്. നിങ്ങളിൽ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഒരു കോടീശ്വരനാണ്. ഒരു ദിവസത്തെ എന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും 2,35,000 രൂപ 49 പൈസ. ലാഭം എനിക്ക് ആവശ്യമില്ല. അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട്. പത്രത്തിൽ പേര് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും എനിക്കിതേ വരെ വിദേശ വസ്ത്രങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോ സഫാരി സൂട്ട് അണിഞ്ഞ് ഞാൻ പോകാറില്ല. എന്റെ കൈകൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചർക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞു നടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ.
തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ അയാൾക്ക് ഭ്രാന്താണ്. അയ്യോ കൊള്ളാം. കാണാതായവനെ അന്വേഷിക്കുന്നതിന് വരെ ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കാം. അപ്പൊ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നില്ലേ കാണായിരുന്നു. നീ വന്ന് വിളിച്ചു പോവുകയാ കുഴപ്പമുണ്ടാക്കിയത്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു. വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്ന നാട്ടുകാരെ മുമ്പ് വെച്ചാ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. അതായപ്പോ ചേട്ടൻ ചെയ്തത്. വല്ല കാര്യമുണ്ടോ? ഒരാവശ്യമില്ല അതിനകത്ത് നിന്ന് കയറാൻ. നിനക്ക് മനസ്സിലാവില്ല. എടാ രാജ്യസ്നേഹം വേണം, അറിയോ? ഷോക്ക് അടിക്കേണ്ട ടൈമായി. ഓക്കെ ഗോ. ഇതോടാ പിള്ളേരെ, പോളേ പോടാ. സാറേ ചെത്തി കിടക്കുവാണോ ചേച്ചിമാരെ? പോക്കോ സാറേ. സാർ ഇതെന്തൊരു ട്രാഫിക്. വിശന്നിട്ട് കണ്ണ് പൊടിയുന്നു. പൊടിയും പൊടിയും വയറ് നിറച്ച് കുടിച്ചതല്ലേ ചേട്ടാ. ഇനി ഒരുത്തനെ അന്വേഷിച്ച് നടക്കാൻ ഞാനില്ല. അവിടെ ആയിരുന്നെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്നു. അവനില്ലാതെ ഭ്രാന്താശുപത്രി നിന്നിട്ട് എന്താ കാര്യം? പ്രശ്നമാ. ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ നമ്മൾ നടന്നു തുടങ്ങിയ നേരം പരപരാന്ന് വെളുക്കുമ്പോ അങ്ങ് എത്താം. അമീന്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും അകത്ത് കയറാം. നടന്നു പോവാനോ? ആ ഞാനില്ല. എന്നാൽ ഓട്. എന്നാ കാറിപ്പാ. കാശ് വേണ്ടേ? കാശില്ല. നീ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞ അടിച്ചിന്റെ പല്ലിന്റെ ക്ഷേമം. ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. നാളെ നമ്മൾ എന്റെ വീട്ടിൽ പോകുന്നു. ആവശ്യമുള്ള കാശ് വാങ്ങുന്നു. ആ കൂടെ എനിക്ക് എന്റെ മോളെയും കുഞ്ഞിനെ കാണുകയും ചെയ്യാലോ. തിരിച്ചു വരുന്നു, അന്വേഷണം തുടരുന്നു. അപ്പൊ ഇന്ന് രാത്രി പട്ടിണി. രാത്രി നമ്മൾ ഉറങ്ങാൻ പോവല്ലേ? നാളെ സുഖമായിട്ട് സദ്യ ഉണ്ടെന്ന് സ്വപ്നം കണ്ട് ഉറങ്ങുന്നു. ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനമാണെന്ന് കരുതിയാണ് എന്റെ അനിയൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവൻ എവിടെ പോയെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. എനിക്കിപ്പോ അറിയണം അവൻ എവിടെ. അവൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഓഹോ, ചികിത്സിക്കാൻ കൊണ്ടുവന്നാണോ മാർക്കറ്റിൽ അയക്കുന്നത്? മാർക്കറ്റല്ല, അവൻ സ്ഥലം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ എല്ലാം തുറന്നു പറയാം. അവര് 4 പേര് ഇവിടുന്ന് ചാടിപ്പോയതാ. ഇവനാണ് അതിന് കാരണക്കാരൻ. ഇവന്റെ പോക്കറ്റിൽ നിന്ന് സെല്ലിന്റെ ചാവി മോഷിച്ചാണ് അവര് പുറത്തിയാടിയത്. ശരിയാണോ? അവര് മോഷിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. ഓ അത് ശരി. അപ്പൊ നീ എന്നോട് കള്ളം പറയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഊരാൻ നോക്കണ്ട. അവര് 4 പേര് ഇവിടെ പിടിച്ചോണ്ടതിന് ശേഷം ഇതിനകത്ത് കയറിയാൽ മതി. അതാ ഞാൻ അവിടെ പോയി അന്വേഷിക്കാൻ. പറഞ്ഞെ പിടിപ്പിക്കരുത്.